ഇവിടെ ഉയർന്നു വരുന്ന യുക്തിഭദ്രമായ ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ദൈവത്തിന് എത്ര മക്കളുണ്ടായിരുന്നു? ഈ ചോദ്യം നിന്നെ അസ്വസ്ഥനാക്കട്ടെ. പരിശുദ്ധാത്മാവ് നിന്നെ ഇപ്പോൾ ഇളക്കി മറിക്കട്ടെ. അത് ചട്ടനായിരുന്നോ? പൊട്ടനായിരുന്നോ? മന്ദബുദ്ധിയും വികലാംഗനുമായിരുന്നോ? അല്ല, ഒരിക്കലുമല്ല. തങ്കക്കുടം. ദൈവസൃഷ്ടിയായ 2 തിരഞ്ഞെടുക്കപ്പെട്ടവരെക്കുറിച്ച് തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്. അതിലൊന്ന് സാവൂൾ രാജാവിനെക്കുറിച്ച്. 1 സാമുവേൽ 9:2. കിഷിന് സാവൂൾ എന്നൊരു പുത്രനുണ്ടായിരുന്നു. അവനേക്കാൾ കോമളനായി ഇസ്രായേലിൽ മറ്റാരുമില്ലായിരുന്നു. മറ്റൊന്ന് ജസ്സയുടെ മകൻ ദാവീദ് രാജാവിനെക്കുറിച്ചായിരുന്നു. 1 സാമുവേൽ 16:12. പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള ദാവീദ് സുന്ദരനായിരുന്നു. ഭൂമിയിലെ രാജാക്കന്മാരായിരുന്ന ഈ 2 മനുഷ്യർ പോലും മനോഹരരായിരുന്നെങ്കിൽ രാജാക്കന്മാരുടെ രാജാവായ പിതാവിൻ്റെ ആത്മജാതൻ വെളിപാടിൽ പറയുന്നത് പോലെ സൂര്യ തേജസ്സിനെ വെല്ലുന്നവനായിരുന്നു. വീണ്ടും നമുക്ക് ഓർക്കാം 1 യോഹന്നാൻ 4:10. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അതെ, അവൻ സ്വപുത്രനെ ഏകജാതനെ നമുക്ക് നൽകിയത് വളർത്താനല്ല, കൊല്ലാനാണ്. അല്ല, കൊല്ലാക്കല കൊല്ലാൻ. അതും കാണാമറയത്തല്ല. അവൻ്റെ മുൻപിലിട്ട് നിന്റെ കുഞ്ഞിനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മരണവക്രത്തിൽ അപകപ്പെട്ടാൽ നോക്കി നിൽക്കാൻ നിനക്കാകുമോ? നിന്നിലെ അപ്പനാകുമോ? അമ്മയ്ക്കാകുമോ? ഒരിക്കലുമില്ല. സ്വന്തം ഉദരത്തിൽ വളർന്ന കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ ഭർത്താവിനാൽ നിർബന്ധിക്കപ്പെട്ട ഭാര്യ പറഞ്ഞു, എൻ്റെ ശവത്തിൽ ചവിട്ടിയിട്ടല്ലാതെ എൻ്റെ കുഞ്ഞിനെ തൊടാൻ ഒരുത്തനെയും ഞാൻ അനുവദിക്കില്ല എന്ന്. അത് അപ്പനായാൽ പോലും ഞാൻ സമ്മതിക്കില്ല എന്ന്. ധ്യാനിക്കണം, ആഴത്തിൽ ധ്യാനിക്കണം. തൻ്റെ മകനെ രക്ഷിക്കാൻ എല്ലാ സാധ്യതകളും മുന്നിലുണ്ടായിരുന്നിട്ടും ക്ഷണനേരം കൊണ്ട് 12ലധികം വ്യൂഹം മാലാഖമാരെ അയച്ച് രക്ഷിക്കാമായിരുന്ന എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരുന്നിട്ടും പിതാവ് അത് ചെയ്യാതിരുന്നത് നിശബ്ദതയിൽ വെളിപ്പെടുന്ന ആഴപ്പെട്ട സ്നേഹത്താൽ നഷ്ടപ്പെടുത്തിയാലേ രക്ഷിക്കാനാകൂ എന്ന നിത്യസത്യം പ്രാവർത്തികമാക്കാനാണ്. ആഴപ്പെട്ട സ്നേഹം നിശബ്ദതയിലാണ് വെളിപ്പെടുന്നത്. വാക്കുകൾ അവിടെ അപ്രസക്തം. മൊറിയാമലയിൽ അബ്രാഹത്തിന്റെ ബലിമധ്യേ ഭാഗികമായ നിശബ്ദത ആരംഭിച്ച ദൈവം കാൽവരി മലയിൽ ആ നിശബ്ദത ആഴത്തിൽ പാലിച്ച് സ്നേഹത്തിൻ്റെയും നിശബ്ദതയുടെയും ആഴവും അർത്ഥവും തെളിയിച്ചു. ഇത് മനുഷ്യബുദ്ധിക്ക് അതീതവും അറിവിനെ അതിലംഘിക്കുന്നതുമായ അവിടുത്തെ അനന്തകാരുണ്യം പ്രകടമാക്കാനാണ്. മൊറിയാമലയിൽ അബ്രാഹത്തിന് പുത്രന് പകരം ആട്ടിൻകുട്ടിയെ നൽകിയവന് കാൽവരിയിലും ഒരു കുഞ്ഞാടിന് നൽകി പുത്രനെ തന്ത്രത്തിൽ രക്ഷിച്ചെടുക്കാമായിരുന്നു. ഒന്നല്ല, 1000 കുഞ്ഞാടുകളെ ബലിക്കലിൽ കിടത്താമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ പെസഹ കുഞ്ഞാടായനെ ബലിയർപ്പിക്കാൻ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ മാനവകുലം, ഞാനും നിങ്ങളും നിത്യനാശത്തിന്റെ പടുകുഴിയിൽ നിബദിക്കുമായിരുന്നു. എന്നാൽ പിതാവ് ഒരു ക്ഷണം പുത്രനേക്കാളധികം പാപിയെ സ്നേഹിച്ച് തിരുക്കുമാരനെ മരക്കുരിശിൽ ചേർത്ത് വെച്ച് നമുക്ക് പകരക്കാരനായി നമ്മെ വീണ്ടെടുത്തു. മാത്രമല്ല, കൊടുക്കുന്നതാണ് സ്നേഹത്തിന്റെ മാറ്റുരയ്ക്കുന്നത് എന്ന മാനദണ്ഡം വെച്ച് പുത്രനെ നൽകിയില്ലായിരുന്നെങ്കിൽ പിശാച് പിന്നീട് ഉന്നയിക്കാൻ സാധ്യതയുള്ള ന്യായവാദങ്ങളുടെ മുനയൊടിക്കാനുമാകുമായിരുന്നില്ല. അതാകട്ടെ, കണ്ടോ, മകന്റെ കാര്യം വന്നപ്പോൾ സ്വഭാവം മാറിയത് കണ്ടോ എന്ന ചോദ്യമായിരിക്കും. എന്നാൽ മകന്റെ കാര്യത്തിൽ പോലും സ്വഭാവമാറ്റം വരുത്താതെ താൻ സ്നേഹം തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ട് അവൻ നമ്മെ രക്ഷിച്ചു. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവൻ നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. അതങ്ങനെയാണ് താനും. 1 യോഹന്നാൻ 3:1. അതെ, അവനെല്ലാം കരുതി വെച്ചു, തന്നു തീർത്തു, സ്വപുത്രനെ പോലും. തിരുവചനം ചോദിക്കുന്നു, സ്വപുത്രനെ പോലും അവൻ നമുക്ക് നൽകിയെങ്കിൽ ഇനിയുള്ളത് അവൻ നമുക്ക് തരാതിരിക്കുമോ? തൻ്റെ പുത്രനേക്കാൾ വിലപ്പെട്ടതൊന്നും തന്ന് സ്നേഹിക്കാൻ അവൻ്റെ കയ്യിലില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, പുത്രനെ പാപിക്ക് വേണ്ടി നൽകിക്കൊണ്ടവൻ അത് തെളിയിച്ചു. നൽകുന്നതാണ് സ്നേഹത്തിൻ്റെ മാനദണ്ഡമെന്ന്. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിന് പാപികളോടുള്ള ഒരു സ്നേഹസ്മാരകമാണ് തൻ്റെ പ്രിയപ്പെട്ടവൻ പിടഞ്ഞു മരിച്ച മരക്കുരിശ്. മാത്രമല്ല, പിശാചിനെ സംബന്ധിച്ച് അവൻ്റെ നിത്യമായ പരാജയത്തിൻ്റെ സ്മാരകവുമാണത്. അതുകൊണ്ട് കുരിശും ക്രൂശിതനും പിശാചിനും അവനുള്ളവർക്കും അസഹ്യമാണ്. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു കുരിശുരൂപമുണ്ടെങ്കിൽ ഒരു നിമിഷം അതിലേക്കൊന്ന് നോക്കുക. ലോകമഹാത്ഭുതങ്ങളിലൊന്നായ ആഗ്രയിലെ താജ്മഹൽ കാണുന്ന നീ എന്താണ് ഓർക്കുന്നത്? അതിൻ്റെ പടമെങ്കിലും കാണുന്ന നീ എന്താണ് ഓർക്കുന്നത്? ഷാജഹാൻ എന്ന മുഗൾ ചക്രവർത്തിക്ക് തൻ്റെ ഭാര്യ മുംതാസിനോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ സ്മാരകമല്ലേ അത്? താജ്മഹാളിൻ്റെ പടത്തിലേക്ക് നോക്കുന്ന നമുക്ക് ആ ദാമ്പത്യമിഥുനങ്ങളുടെ സ്നേഹസ്മരണയിൽ ഹൃദയം തരളിതമാകുന്നുണ്ടെങ്കിൽ, നിന്റെ മുൻപിൽ ഇപ്പോൾ കാണുന്ന ക്രൂശിത രൂപത്തിന് മുൻപിൽ, ദൈവപിതാവിൻ്റെ ദിവ്യ സ്നേഹസ്മരണയ്ക്ക് മുൻപിൽ ഒരു നിമിഷം ആദരവോടെ ശിരസ് നമിക്ക്. എന്നിട്ട് 2 കണ്ണുകളും നന്നായി തുറന്ന ആ കുരിശുരൂപത്തിലേക്ക് നോക്ക്. ഈ നിർജീവമായ മരക്കുരിശിലൂടെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിന്നോട് സംസാരിക്കും. രക്തസാക്ഷി മണ്ഡപങ്ങളുടെ മുൻപിൽ ആദരവോടെ തലകുനിച്ച് അമർഹയെ പറഞ്ഞിട്ടുള്ള നാം
രാജ്യസ്നേഹികളുടെ കബറിടങ്ങളുടെ മുന്നിൽ നിന്ന് നിശബ്ദ ധ്യാനത്തിൽ മുഴുകുന്ന നമ്മൾ ഇപ്പോൾ കയ്യിലിരിക്കുന്നത് വിഗ്രഹവും വിഗ്രഹാരാധനയുമാണെന്ന് എഴുതിത്തള്ളാതെ നമ്മളോടുള്ള നിത്യമായ സ്നേഹത്താൽ പുത്രനെ ബലി കൊടുക്കുവോളം നമ്മളെ സ്നേഹിച്ച ആ ദിവ്യസ്നേഹം ഈ കുരിശുരൂപത്തിലൂടെ പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് ചൊരിയുമ്പോൾ അത് ആഴത്തിൽ അനുഭവിച്ച് സൗഖ്യപ്പെടും. നിത്യമായ സ്നേഹസ്മാരകത്തിലേക്ക് നോക്കി ഒരു തുള്ളി കണ്ണുനീർ. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ വിലയം പ്രാപിക്കുന്നതുവരെ ആത്മാവ് അസ്വസ്ഥമാണ്, ദേഹം അശാന്തമാണ്. ഈ സത്യം തിരിച്ചറിയാം. നമുക്ക് ഈ സത്യം പ്രിയപ്പെട്ടവരെ നമുക്ക് തിരിച്ചറിയാം. കടലിൽ കിടക്കുന്ന കുഞ്ഞുമീൻ അമ്മയോട് കടലെവിടെയെന്ന് ബാലിശമായി ചോദിക്കുന്നത് പോലെ, കാറ്റിൽ പറക്കുന്ന കുഞ്ഞുതുമ്പി അമ്മയോട് വായു എവിടെയെന്ന് ചോദിക്കുന്നത് പോലെ അമ്മ പറയും, നീ അതിലാണ് കുഞ്ഞെ, അത് നിന്നെ പൊതിഞ്ഞു നിൽക്കുകയാണ് കുഞ്ഞെ. അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. ഇനിയുള്ള കാലം ആ പിതൃസ്നേഹത്തിൽ ആറാടി ജീവിക്കാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലഭിച്ച ഉൾക്കാഴ്ചയും ദൈവസ്നേഹ നിറവിനും നന്ദി പറഞ്ഞുകൊണ്ട് പുത്രനായ ദൈവം ഈ മാനദണ്ഡമനുസരിച്ച് കൊടുക്കുന്നതാണ് സ്നേഹത്തിൻ്റെ മാറ്റുരയ്ക്കുന്നത് എന്ന മാനദണ്ഡമനുസരിച്ച് എത്രമാത്രം നമ്മെ സ്നേഹിച്ചു എന്ന് നമുക്ക് പരിശോധനാ വിഷയമാക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.